ഹേ എവരിവൺ, ബേബിന്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ ഷോപ്പിൽ പോയപ്പോൾ നമ്മളവന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അവന്റെ മെയിൻ സാധനം ലേസാണ്. ലേസ് വാങ്ങിക്കൊടുത്ത് നമുക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയോണ്ട് തന്നെ പിന്നെ ഞാൻ അവൻ ലേസ് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. കുണ്ടർജോയ് വാങ്ങിക്കൊടുത്തപ്പോൾ അവ ഹാപ്പിയായി. ഇനി നമുക്ക് കേക്ക് വാങ്ങാനാണ് പോകാനുള്ളത്. പോകാനിറങ്ങിയപ്പോൾ ഷാനും ഫ്രണ്ട്സും കൂടെ കുളത്തുക്ക് പോകുന്ന കണ്ട് ഇനിയിപ്പോൾ ഈ കുളത്തുക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു ഫാസിലാവന്മാരെ പിടിച്ച് വണ്ടി കയറ്റി. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. അവിടുത്തെ നമുക്ക് കേക്സിന് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു. ഞാനൊരു റെഡ് വെൽവെറ്റ് ആണ് സെലക്ട് ആക്കിയത്. അവിടുന്ന് പയ്യൻ അതിൽ വിഷസ് ഒക്കെ എഴുതി തന്നു. എങ്ങനെയാണോ കൈവറക്കാണ്ട് എഴുതാൻ പറ്റുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പരിപാടി വേറൊരാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അസൂയ എനിക്ക് പിടിച്ച്. അങ്ങനെ ഞാൻ ആ കേക്കിന്റെ പൈസയും കൊടുത്ത് നമ്മൾ വീട്ടിൽ പോയി ഷാനുവിനെ ഇറക്കി കൊടുത്തു. ഇനി നമുക്ക് സെക്കൻഡമ്മയോടെ പോകണം. പോകുന്ന വഴിക്ക് മൂത്രയ്ക്ക് വേണ്ടിയിട്ട് ഓടുന്ന ഫാസിലാണ് നിങ്ങളീ കാണുന്നത്. ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്താവുമെന്തോ. അങ്ങനെ നമ്മൾ സെക്കൻഡമ്മയോടെ എത്തി. കാഴ്ച കുഴപ്പമില്ലാത്ത ഫാസിൽ, പക്ഷേ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആണ്. വന്നത് മുതൽ ഡാമേജ് പാർട്സിനെ കുറിച്ച് പറയുന്ന ഫാസിലാണ് ആയിരിക്കുന്നത്. ഇതാണ് ഇനി സമാൻ. സമാന നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂട്ട് ബേബി ആയിട്ട് തോന്നുമെങ്കിലും സമാൻ അത്ര വലിയ ക്യൂട്ട് ബേബി ഒന്നല്ല. നമുക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും സമാൻ അറിയാം. ഞാനൊരു ക്യൂബ് കേടുവരുത്തി അവന് കൊടുത്തപ്പോൾ അവൻ നിന്നപ്പിൽ അതങ്ങ് റെഡിയാക്കി തന്നു. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. അങ്ങനെ നമുക്ക് പോകാനുള്ള ഇനി അഷ്കറിന്റെ അടുത്തേക്കാണ്. അഷ്കറിന്റെ അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലം കണ്ടപ്പോൾ വൈബ് അന്വേഷിച്ച് നടക്കുന്ന രണ്ടാൾക്കാരാണ് ഇങ്ങളീ കാണുന്നത്. ഭാര്യമായതുകൊണ്ട് തന്നെ ജുനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജുനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അഷ്കർ കൊടുത്തു. നമ്മൾ അവന്റെ വീട്ടിൽ പോയി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് അഷ്കർ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ സെറ്റ് ആക്കിയിരുന്നു. ജുനി കുറെ പ്രാവശ്യം പൂളന്റെ അതിൽ കൈയിട്ടെങ്കിലും ഫാസിൽ പറഞ്ഞു വേണ്ട കഴിക്കണ്ട, ഒരുമിച്ച് ഒരേ വണ്ടി പോകാനുള്ള വെറുതെ സീനാക്കണ്ടാവും. നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ സെറ്റ് ആക്കി തന്ന അഷ്കറിനെ കാണിച്ചാൽ ഇതാണ് അഷ്കർ, ഫാസിലിന്റെ അവിടുത്തെ പാർട്ട്ണർ. അഷ്കറിന്റെ വീട്ടിൽ 2 പിള്ളേരാണ്. കാണുമ്പോൾ ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നില്ലേ? അങ്ങനെ ഇറങ്ങാൻ നേരത്തെ കൊച്ചർക്കനെ ഈ കണ്ണടക്കി ഒന്നും കിട്ടി. താങ്ക്സ്. കണ്ണ് കാണാത്തതുകൊണ്ടാണോ ക്യാമറയുടെ പ്രശ്നമാണോ എന്നറിയില്ല. റോഡിലുള്ള ഒന്നും മര്യാദ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടാറ്റാ.